നമ്മൾ ഈ ഐസൊക്കെ തയ്യാറാക്കാറുണ്ടല്ലേ, പക്ഷേ ഇതുപോലെ പഴം വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എന്നാലേ ഇന്ന് നമ്മൾ അങ്ങനത്തെ ഒരു ഐറ്റമാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു പോപ്സിക്കിൾ. അത് നമുക്ക് അവരുടെ ഇഷ്ട രീതിയിൽ തന്നെ നമുക്കിത് ചെയ്തെടുത്താലോ. പുറത്തൊക്കെ നല്ല ചോക്ലേറ്റൊക്കെ കവർ ചെയ്തിട്ട് നമ്മുടെ ചോക്കോബാർ കഴിക്കുന്ന അതേ രീതിയിൽ എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പോപ്സിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റോബസ്റ്റ പഴമാണ് കേട്ടോ വേണ്ടത്. വേറെ പഴം എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ റോബസ്റ്റ പഴമാണ്. നേന്ത്രപ്പഴം ഒരിക്കലും എടുക്കരുത്. നേന്ത്രപ്പഴം, മൈസൂർ പഴം ഇതൊക്കെ ഉണ്ടല്ലോ, അതൊരിക്കലും എടുക്കരുത് കേട്ടോ. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് വേണ്ടത്. ഞാനിവിടെ തേങ്ങാപ്പാലിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് നല്ല കട്ടിക്ക് കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിൽ ഒട്ടും വെള്ളം ഇല്ലാണ്ട് എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം പീനട്ട് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. പീനട്ട് ബട്ടർ നിങ്ങൾക്ക് മധുരം ഇല്ലാത്തത് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂണോളം തേനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. തേൻ ചേർത്ത് അടിക്കുന്ന സമയത്ത് മധുരം നോക്കുക. നമ്മൾ ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. മധുരം ഇല്ലെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, ഇത്രയും കട്ടി ഇതിന് വേണം കേട്ടോ. ഇത്രയും കട്ടി കിട്ടിയില്ലെങ്കിൽ ഒന്നെങ്കിൽ തേങ്ങാപ്പാൽ ലൂസായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു റോബസ്റ്റ പഴയോ അതല്ലെങ്കിൽ ഹാഫ് റോബസ്റ്റയോ ഇട്ടിട്ട് ഒന്നുകൂടെ അടിച്ചെടുത്താൽ മതിയാവും. ഇതുപോലെ നിങ്ങൾക്ക് പോപ്സിക്കിൾ ഉണ്ടാക്കാനുള്ള മോൾഡ് ഇല്ലെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്ക് വല്ല ഗ്ലാസ്സിലൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഗ്ലാസ്സിൽ വെച്ചിട്ട് അതിലേക്ക് സ്റ്റിക്ക് നടുക്കൊക്കെ വെച്ചിട്ട് അങ്ങ് ചെയ്തെടുത്താൽ മതി. ഞാനിത് ഈ ഒരു സിലിക്കൺ മോൾഡിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതാകുമ്പോൾ എന്താ വെച്ചാലേ നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് ഫ്രീസായി വരട്ടെ. അപ്പോൾ ഞാനത് മൊത്തത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലെവലല്ലെങ്കിൽ ജസ്റ്റ് നമ്മളിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് ഫ്രീസ് ചെയ്യാം. ഒരു 5 മണിക്കൂറെങ്കിലും നമുക്കിത് ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത്. അതെല്ലാവർക്കും അറിയാലോ, ഐസ് ഉണ്ടാക്കുമ്പോൾ എവിടെ വെക്കേണ്ടതെന്നില്ലേ. നമുക്കതിൻ്റെ ആ ഒരു കോട്ടിങ്ങില്ലേ, പുറത്ത് വരുന്ന ആ ഒരു കോട്ടിങ് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളിത് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുക കേട്ടോ. കാരണം ഡാർക്ക് ചോക്ലേറ്റിൽ മധുരം ഉണ്ടാവില്ല. അങ്ങനെ മിൽക്ക് ചോക്ലേറ്റിലാണെങ്കിൽ മധുരം ധാരാളമായിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ എപ്പോഴും ഹെൽത്തി ആയിട്ട് നമ്മൾ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് നമുക്ക് മെൽറ്റ് ചെയ്യാം. ഞാൻ 120 ഗ്രാമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ അത് പോരായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 150 ഗ്രാമോളം എടുക്കുക. എന്നിട്ട് ഡബിൾ ബോയിൽ രീതിയിലാണ് നമ്മളത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. താഴെ വെള്ളം തിളപ്പിക്കാൻ വെക്കുക, അതിൻ്റെ മുകളിൽ അതിലും വലിയൊരു പാത്രം വെക്കുക, എന്നിട്ട് അതിൽ ചോക്ലേറ്റ് ഇട്ടിട്ട് മെൽറ്റ് ചെയ്യാം. ഒരിക്കലും ഒരുപാട് നേരം ഇട്ടിട്ട് മെൽറ്റ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഇത് കട്ടിയായി പോവും. അപ്പോൾ ഇത് പെട്ടെന്ന് ചൂടാകുമ്പോൾ തന്നെ ഒന്ന് ഇത് ഇങ്ങനെ ഉരുകി വരും. അപ്പോൾ തന്നെ നമ്മളത് ഓഫ് ചെയ്തിട്ട് നമുക്കിതിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇപ്പോൾ കണ്ടല്ലോ, ഈ ഒരു ലെവലിലാണ് നമുക്കിത് വേണ്ടത്. അല്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. ചോക്ലേറ്റൊക്കെ നല്ല പോലെ മെൽറ്റായി വന്നതിന് ശേഷം ഇതുപോലൊരു ഗ്ലാസ്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് നമ്മളൊക്കെ ഒഴിച്ചാലേ നമുക്ക് പെട്ടെന്ന് അതങ്ങ് ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഇതുപോലൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ ശരിക്കും ഇതുള്ളത്. ഞാൻ പറഞ്ഞല്ലോ 120 ഗ്രാമാണ് ഞാൻ എടുത്തത്. അപ്പോൾ 150 ഗ്രാമെങ്കിലും നിങ്ങൾ എടുക്കുക, എന്നാലേ നമുക്കിത് ഫുള്ളും നല്ല അടിപൊളിയായിട്ട് കവർ ചെയ്ത് കിട്ടുള്ളൂ. ഞാൻ ബാക്കിയൊക്കെ സ്പൂണ് വെച്ച് ഇങ്ങനെ തേക്കേണ്ടി വന്നു അവസാനം. അപ്പോൾ നമ്മളെ ഐസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 5 മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ സിലിക്കണിൻ്റെ ഇതാവുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റും. മറ്റേത് നമ്മൾ വെള്ളത്തിൻ്റെ താഴേക്ക് വെച്ച് ഇങ്ങനെ ഇതാക്കിയിട്ട് അതിൽ ഇങ്ങനെ എടുക്കേണ്ടി വരുമല്ലോ. ഇതങ്ങനെയല്ല കേട്ടോ, നല്ല ഈസിയാണ് നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങ് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനെടുത്ത ഗ്ലാസ് ഉണ്ടല്ലോ കുറച്ച് വലിപ്പം കമ്മിയാണ്, അതുകൊണ്ടുണ്ടല്ലോ അതിൻ്റെ താഴെ ഭാഗത്ത് ആ ചോക്ലേറ്റ് കവർ ചെയ്ത് വരാൻ കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രയും ഭാഗമാണ് കേട്ടോ കവർ ചെയ്ത് കിട്ടിയത്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് അതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് നേരം പിടിക്കുക. അപ്പോഴേക്കും അങ്ങനെ ഉറ്റി വീഴുന്നത് അങ്ങ് നിന്നോളും. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഐസിൻ്റെ തണുപ്പ് കൊണ്ട് ആ ചോക്ലേറ്റ് കവറിങ് ഉണ്ടല്ലോ അതും നല്ല പോലെ അതിലേക്ക് അങ്ങ് പിടിച്ചു വരും. പിന്നെ നമ്മൾ സൈഡിലൊരു പാത്രത്തിൽ അങ്ങ് വെച്ച് കൊടുത്താൽ തന്നെ മതി. പിന്നെ നമുക്കിത് ഫ്രീസറിൽ കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് ഈ ഒരു ഇതിൽ തന്നെ ഇതങ്ങ് കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ദേ നമ്മുടെ അടിപൊളി ചോക്ലേറ്റ് പോപ്സിക്കിൾ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ പഴം വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്തെടുക്കുന്നത്. നല്ല ഹെൽത്തി അല്ലേ? ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.